കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ ഒരു ജാതി വിവാദം പുകയുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഗംഭീരമായ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് മുൻപാകെ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് ജാതിപ്പേര് എടുത്തു പറഞ്ഞ് ദൈവനാമത്തിൽ അദ്ദേഹം നടത്തിയ സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകൾക്കും കടുത്ത വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുന്നത്. ദീർഘകാലത്തെ പുരോഗമന നവോത്ഥാന പാരമ്പര്യമുള്ള കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പരമോന്നത ഭരണഘടനാ പദവിയിലേക്ക് എത്തുന്ന ഒരാൾ തന്റെ ജാതി സ്വത്വം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന വിമർശനം ഇതിനകം ശക്തമായി കഴിഞ്ഞു. എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായ വിനിൽ പോൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തകരും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഈ വിഷയത്തിൽ സതീഷിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായ വിനിൽ പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ മേനോൻ പ്രയോഗത്തെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. അധികാരത്തിന്റെ പരമോന്നത വേദിയിൽ ജാതിപ്പേര് ഉച്ചരിക്കുന്നത് കേവലം ഒരു വ്യക്തിപരമായ താല്പര്യമല്ലെന്നും അതിന് പിന്നിൽ വ്യക്തമായ സാമൂഹിക അധികാരത്തിന്റെ പ്രഖ്യാപനമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ജനാധിപത്യ പുരോഗമന ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയോ സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിമിഷം ജനങ്ങളോടും ഭരണഘടനയോടുമുള്ള പ്രതിബദ്ധതയാണ് മുൻപന്തിയിൽ വരേണ്ടതെന്നും അതിനെ ജാതി അടയാളപ്പെടുത്താനുള്ള വേദിയാക്കി മാറ്റരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളം ദീർഘകാലത്തെ സാമൂഹിക പരിഷ്കരണങ്ങളിലൂടെയും നവോത്ഥാന പോരാട്ടങ്ങളിലൂടെയും നേടിയെടുത്ത സമത്വബോധത്തെ വെല്ലുവിളിക്കുന്നതാണ് ഈ നടപടിയെന്നും അധികാരവേദികളിൽ ജാതിയെ ആഘോഷിക്കുന്നത് പുരോഗമന രാഷ്ട്രീയത്തിന് ഒട്ടും ചേർന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുമായി ബന്ധപ്പെട്ട് സുഗതേവ് തൊറാട്ടും പോൾ ആറ്റവലും ചേർന്ന് നടത്തിയ ദ ലീഗസി ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എ കറസ്പോണ്ടൻസ് സ്റ്റഡി ഓഫ് ജോബ് ഡിസ്ക്രിമിനേഷൻ ഇൻ ഇന്ത്യ എന്ന പ്രശസ്തമായ തൊഴിൽ വിവേചന പഠനത്തെയും വിനിൽ പോൾ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒരേ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പേരിനൊപ്പം ബ്രാഹ്മൺ, ദളിത്, മുസ്ലിം പേരുകൾ ചേർത്തുകൊണ്ട് ഫേക്ക് സിവികൾ അയച്ചപ്പോൾ ഉയർന്ന ജാതി പേരുള്ളവർക്ക് കൂടുതൽ ഇന്റർവ്യൂ കോളുകൾ ലഭിച്ചുവെന്ന് തെളിയിച്ച പഠനമാണിത്. ജാതി പേരുകൾ ഇപ്പോഴും സമൂഹത്തിൽ വലിയ രീതിയിലുള്ള അവസര സമത്വത്തെ ബാധിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ജാതിവാൽ തൂക്കി നടക്കുന്നത് ഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യരിൽ നിന്ന് അകലാനെ ഉപകരിക്കൂ എന്നാണ് അദ്ദേഹം ഈ പഠനത്തെ മുൻനിർത്തി വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീഷിനെതിരെ വിമർശകർ ഉയർത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം അദ്ദേഹത്തിന്റെ മുൻകാല സത്യപ്രതിജ്ഞകളാണ് എന്നതിനാൽ ഈ വിഷയം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. 2021 MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴോ അതിനു മുൻപോ അദ്ദേഹം തന്റെ പേരിനൊപ്പം ഈ ജാതി പേര് ഉപയോഗിച്ചിരുന്നില്ലെന്നും അന്നെല്ലാം വി.ഡി. സതീശൻ എന്ന പേരാണ് സ്വീകരിച്ചിരുന്നത് എന്നും വിവിധ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സംസ്ഥാനത്തിന്റെ പരമോന്നത ഭരണ പദവിയായ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ പിതാവിന്റെ മുഴുവൻ പേരും ചേർത്ത് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയത് നിഷ്കളങ്കമല്ലെന്നാണ് വിമർശകരുടെ പ്രധാന ആക്ഷേപം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ തന്റെ ഉയർന്ന സാമൂഹിക പദവിയും അധികാരവും പൊതുസമൂഹത്തിൽ പരസ്യമായി അടയാളപ്പെടുത്താനോ ഉള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണിതെന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ഉയരുന്ന കടുത്ത വിമർശനം. ഈ വിഷയം വെറും ഒരു സാംസ്കാരിക ചർച്ചയായി ഒതുങ്ങുന്നില്ല. കോൺഗ്രസ് പാർട്ടിക്ക് അകത്തും വലിയ രീതിയിലുള്ള ഭിന്നതകൾക്ക് ഇത് കാരണമായിട്ടുണ്ട്. വി.ഡി. സതീഷിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസ് നേതാക്കളും സൈബർ അണികളും പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. യുവ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇതിനകം വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നേരിട്ട് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ജാതിവാലുകൾ ചുമക്കാതെ കോൺഗ്രസ് ആകുന്നതാണ് ഇൻക്ലൂസീവ് എന്ന് അദ്ദേഹം കുറിച്ചു. പാർട്ടിയിലെ ഒരു വിഭാഗം യുവാക്കൾ പുരോഗമനപരമായ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഉയർന്ന നേതൃത്വം പഴയ ജാതിബോധത്തിലേക്ക് മടങ്ങുന്നത് ദൗർഭാഗ്യകരമാണെന്ന സന്ദേശമാണ് ഈ പോസ്റ്റിലൂടെ നൽകുന്നത്. എന്നാൽ സതീഷിനെ അനുകൂലിക്കുന്നവരുടെ വാദം മറ്റൊന്നാണ്. അദ്ദേഹം തന്റെ ഔദ്യോഗിക രേഖയിലുള്ള മുഴുവൻ പേരാണ് സത്യപ്രതിജ്ഞയ്ക്കായി ഉപയോഗിച്ചതെന്നും പിതാവിന്റെ പേര് പൂർണ്ണമായി പറഞ്ഞതിനെ ജാതി പ്രഖ്യാപനമായി കാണേണ്ടതില്ലെന്നുമാണ് ഇവർ വാദിക്കുന്നത്. വടശ്ശേരി ദാമോദരൻ മേനോൻ എന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണെന്നും ഒരു മകൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അച്ഛന്റെ പേര് ചേർക്കുന്നത് സ്വാഭാവികമായ നടപടി മാത്രമാണെന്നും അനുകൂലികൾ ന്യായീകരിക്കുന്നു. കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ജാതിപ്പേര് ഉപയോഗിക്കുന്നത് ഇത് ആദ്യമായല്ലെങ്കിലും മാറിയ സാമൂഹിക സാഹചര്യത്തിൽ അതിന് ലഭിക്കുന്ന സ്വീകാര്യത കുറഞ്ഞു വരികയാണ്. മന്നത്ത് പത്മനാഭനെ പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ തങ്ങളുടെ ജാതി പേരുകൾ ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത മണ്ണാണ് കേരളം.
കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയോടെ പേരിനൊപ്പം നായർ, മേനോൻ, പിള്ള, നമ്പൂതിരി തുടങ്ങിയ ജാതിവാലുകൾ ചേർക്കുന്നത് ഒരു വലിയ വിഭാഗം നേതാക്കളും ഉപേക്ഷിച്ചിരുന്നു. എന്നിരുന്നാലും വലതുപക്ഷ രാഷ്ട്രീയത്തിലും ചില സാമുദായ സംഘടനകളുടെ സ്വാധീന വലയത്തിലും ജാതി സ്വത്വങ്ങൾ ഇപ്പോഴും നിർണായക ഘടകങ്ങളായി തുടരുന്നുണ്ട്. VD സതീശന്റെ ഈ നീക്കം വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെയോ അല്ലെങ്കിൽ പാർട്ടിയിൽ സ്വന്തം സ്വാധീനം ഉറപ്പിക്കുന്നതിനുള്ള സമുദായ സമവാക്യങ്ങളുടെ ഭാഗമാണോ എന്ന സംശയവും രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ അധികാരമേറ്റ് ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിർണായക ഘട്ടത്തിൽ VD സതീഷിന് നേരിടേണ്ടി വന്നിരിക്കുന്ന ഈ ജാതിവാൽ വിവാദം വരും ദിവസങ്ങളിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഭരണഘടനയോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധത പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കേണ്ട ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ ജാതിരഹിത സമൂഹമെന്ന കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് മാതൃകയാകണമെന്ന പൊതുസമൂഹത്തിന്റെ ആഗ്രഹത്തിന് ഏറ്റ വലിയൊരു തിരിച്ചടിയായാണ് ഈ സംഭവം പരക്കെ വിലയിരുത്തപ്പെടുന്നത്. സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്നും സ്വന്തം പാർട്ടിയിൽ നിന്നും തന്നെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഔദ്യോഗികമായി എന്തെങ്കിലും വ്യക്തത വരുത്താൻ തയ്യാറാകുമോ അതോ രാഷ്ട്രീയ വിവാദങ്ങൾ സ്വാഭാവികമായി അടങ്ങുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.